ഹായ് സ്റ്റുഡൻസ്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ഏതൊക്കെ ട്രാൻസാക്ഷൻ ആഡ് ചെയ്യണം, ഏതൊക്കെ ട്രാൻസാക്ഷൻ ഡിഡക്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ്. ബാങ്ക് ബാലൻസ് ഫേവറബിൾ ബാലൻസ്, അതായത് ബാങ്കിന് പാസ്ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാകുന്ന കേസിൽ ആ ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസിൽ ഏതൊക്കെ ട്രാൻസാക്ഷനാണ് ആഡ് ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻ ഡിഡക്റ്റ് ചെയ്യണം, അത് ഞാൻ 4 ടൈപ്പായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, നേരിട്ട് ഇതിലേക്ക് കടക്കാം. ഒന്നാമത്തെ ടൈപ്പ് ഏതാ? ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക് ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ബുക്കിൽ മാത്രമേ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ, ബാങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കേസിൽ വരുന്ന ട്രാൻസാക്ഷൻസാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ ഏതൊക്കെ ആഡ് ചെയ്യണം നോക്കാം, ഏതൊക്കെ ഡിഡക്റ്റ് ചെയ്യണം നോക്കാം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പം ക്യാഷ് ബാലൻസ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും, ബാങ്കിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടില്ല, ബാങ്ക് ബാലൻസ് കുറഞ്ഞിട്ടില്ല, ബാങ്ക് ബാലൻസ് അതേ ലെവലിലുണ്ട്, പക്ഷേ ക്യാഷ് ബാലൻസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ബാങ്ക് ബാലൻസ് ക്യാഷിന് റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഡിഡക്റ്റ് ചെയ്യാണ് വേണ്ടത്. അടുത്ത ട്രാൻസാക്ഷൻ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ഓർ ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബാങ്ക് അത് കളക്ട് ചെയ്തിട്ടില്ല, ക്യാഷ് ബാലൻസ് കൂടിയതായിട്ട് റെക്കോർഡ് ചെയ്യും, ബാങ്കിലൊന്നും ചെയ്തിട്ടില്ല. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് ഡിസോണർഡ്. ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ഡിസോണർ ആയിപ്പോയി, അതും ബാങ്ക് ബാലൻസ് കൂടിയിട്ടില്ല, ക്യാഷ് ബാലൻസ് മാത്രമേ കൂടിയിട്ടുള്ളൂ. ചെക്ക് റെക്കോർഡഡ് ബട്ട് നോട്ട് ഡെപ്പോസിറ്റ്. ഇവിടെയും ബാങ്ക് ബാലൻസ് കൂടിയില്ല, ക്യാഷ് ബാലൻസ് മാത്രമേ കൂടിയുള്ളൂ. അപ്പം ബാങ്ക് ബാലൻസ് ക്യാഷ് ബാലൻസുമായിട്ട് റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രാൻസാക്ഷൻ അത്രയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ബാങ്ക് ബാലൻസിനോട്. ഇനി അടുത്ത നമുക്ക് നോക്കാം. ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഇൻ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുന്ന ട്രാൻസാക്ഷൻസാണ് ഇത് രണ്ടും. അപ്പോൾ ഇതിലേത് ഡിഡക്റ്റ് ചെയ്യണമെന്ന് നോക്കാം. ചെക്ക് ഓർ ക്യാഷ് ഡെപ്പോസിറ്റ് ഡയറക്റ്റ്ലി ഇൻ ദ ബാങ്ക്. ബാങ്കിൽ ഡയറക്റ്റായിട്ട് ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ബാങ്ക് ബാലൻസ് കൂടിയിട്ടുണ്ട്, ക്യാഷ് ബാലൻസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ദ ബാങ്ക്. ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ബാങ്ക് ബാലൻസ് കൂടി. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. ബാങ്ക് ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഡയറക്റ്റായിട്ട് ബാങ്കിലേക്ക് കളക്ട് ചെയ്യുവാണെങ്കിൽ അതും ബാങ്ക് ബാലൻസ് കൂട്ടും. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ക്യാഷ് കിട്ടുവാണെങ്കിൽ അതും ബാങ്ക് ബാലൻസ് കൂട്ടും. അപ്പോൾ ഈ 4 കേസിലും ബാങ്ക് ബാലൻസ് കൂടുന്നുണ്ട്, ക്യാഷ് ബാലൻസിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, ബാങ്ക് ബാലൻസ് മാത്രം കൂടുന്നു. അപ്പോൾ നമ്മൾ ക്യാഷ് ബാലൻസിന് സേവ് ആക്കാൻ വേണ്ടിയിട്ട്, ക്യാഷ് ബാലൻസുമായിട്ട് റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് ബാലൻസിന് ഈ 4 ഐറ്റമും ഡിഡക്റ്റ് ചെയ്യാണ് വേണ്ടത്. ഇനി ഈ ട്രാൻസാക്ഷൻ നോക്കാം. ബാങ്ക് ചാർജസ് ചാർജ്ഡ്. ബാങ്ക് ബാലൻസ് കുറയുക ചെയ്യാം. ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദ ബാങ്ക്. ബാങ്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ബാങ്ക് ബാലൻസ് കുറയും. ഡിസ്കൗണ്ടിൻ്റെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസോണർഡ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസോണർ ആയാൽ അതും അവിടെ തന്നെ, ക്യാഷ് ബാലൻസ് കുറയുന്നില്ല, ബാങ്ക് ബാലൻസിന് മാത്രം. ദെൻ ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ ദ ബാങ്ക്. ബാങ്ക് നേരിട്ട് ബില്ല് പേ ചെയ്യുകയാണെങ്കിൽ അതും ബാങ്ക് ബാലൻസ് കുറക്കുന്നു, ക്യാഷ് ബാലൻസിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോൾ ക്യാഷ് ബാലൻസുമായിട്ട് റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാഷ് ബാലൻസ് ഇപ്പം കൂടിയിട്ടാണുള്ളത് ബാങ്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, അപ്പോൾ ക്യാഷ് ബാലൻസുമായിട്ട് റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ട്രാൻസാക്ഷൻ ബാങ്ക് ബാലൻസിനോട് കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് എറേഴ്സ് കമ്മിറ്റഡ് ഇൻ ക്യാഷ് ബുക്ക്. എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ, ചെക്ക് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. ചെക്ക് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ബാലൻസ് കൂടി, പക്ഷേ അത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, ബാങ്ക് ബാലൻസ് കൂടി, ക്യാഷിനൊന്നും സംഭവിച്ചിട്ടില്ല. അണ്ടർകാസ്റ്റിംഗ് എറേഴ്സ് ഇൻ ദ റെസീറ്റ് സൈഡ് ആൻഡ് ഓവർകാസ്റ്റിംഗ് എറേഴ്സ് ഇൻ ദ പേയ്മെൻറ്റ് സൈഡ്. റെസീറ്റ് സൈഡിൽ ആഡ് ചെയ്തതിൽ തെറ്റുപറ്റി. അപ്പോൾ റെസീറ്റ് സൈഡിൽ ആഡ് ചെയ്തതിൽ തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ അതവിടെ കുറച്ചായിട്ട്, അണ്ടർകാസ്റ്റിംഗ് എറേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഓവർകാസ്റ്റിംഗ് എറേഴ്സ് ഇൻ ദ പേയ്മെൻറ്റ് സൈഡ്, പേയ്മെൻറ്റ് സൈഡിൽ കൂട്ടിയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും എന്താ സംഭവിക്കുന്നത്? ഈ 2 കേസിലും ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് ബാലൻസ് ക്യാഷ് ബുക്കുമായിട്ട് റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 ട്രാൻസാക്ഷനും അല്ലെങ്കിൽ ഈ 2 ഐറ്റമും ഡിഡക്റ്റ് ചെയ്യാണ് വേണ്ടത്. ദെൻ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, അപ്പോൾ ബാങ്ക് ബാലൻസ് കുറഞ്ഞു, ക്യാഷ് ബാലൻസിനൊരു മാറ്റവും സംഭവിച്ചില്ല.
അതുപോലെ ഓവർകാസ്റ്റിംഗ് എറേഴ്സ് ഇൻ ദ റെസീറ്റ് സൈഡ് കൂട്ടി ആഡ് ചെയ്തു. അണ്ടർകാസ്റ്റിംഗ് എറേഴ്സ് ഇൻ ദ പേയ്മെൻറ്റ് സൈഡ് കുറച്ചിട്ട് ആഡ് ചെയ്തു. ഈ രണ്ട് കേസിലും ക്യാഷ് ബാലൻസ് കൂടി. ക്യാഷ് ബാലൻസ് ബാങ്ക് ബാലൻസിനെക്കാട്ടി കൂടിയിട്ടാണുള്ളത്. അങ്ങനെയുള്ള കേസിൽ ബാങ്ക് ബാലൻസ് ക്യാഷുമായിട്ട് റീകൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുമാണ് വേണ്ടത്. നെക്സ്റ്റ് എറേഴ്സ് കമ്മിറ്റഡ് ഇൻ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ബാങ്ക് പാസ്ബുക്ക്. റോങ് ക്രെഡിറ്റ് ഗിവൺ ബൈ ബാങ്ക് ബാലൻസ് കൂടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്യാഷ് ബാലൻസ് കൂടിയിട്ടില്ല, ക്യാഷ് ബാലൻസ് കുറഞ്ഞിട്ടാണുള്ളത്. അതുകൊണ്ട് ക്യാഷ് ബാലൻസിന് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഡിഡക്റ്റ് ചെയ്തു. ഇത് റോങ് ഡെബിറ്റ് ഗിവൺ ബൈ ദ ബാങ്ക് ബാലൻസ് ഇവിടെ കുറയുക ചെയ്യാം. റോങ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, റോങ് ആയിട്ട് ഡെബിറ്റ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ബാലൻസ് കുറയും. ക്യാഷ് ബാലൻസ് കൂടിയിട്ടുണ്ടായിരിക്കും, ക്യാഷ് ബാലൻസ് സെയിം ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കുറഞ്ഞ ബാലൻസ് ക്യാഷ് ബാലൻസുമായിട്ട് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇത്രയാണ് ട്രാൻസാക്ഷൻ ആഡ് ചെയ്യും ഡിഡക്റ്റ് ചെയ്യും വേണ്ടത്. ഇതുപോലത്തെ ഒരു വീഡിയോ ഞാൻ മുന്നിൽ ചെയ്തിട്ടുണ്ട്. അതായത് ക്യാഷ് ബുക്ക് വെച്ചിട്ട് ചെയ്യുന്നത്, ക്യാഷ് ബുക്ക് ബാലൻസ് ഫേവറബിൾ ബാലൻസ് വെച്ചിട്ട് ചെയ്യുന്നത്. അതിന് നേരെ റിവേഴ്സാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് അത് വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ബാലൻസ് ഉണ്ടാകാം, അൺഫേവറബിൾ ബാലൻസ് ഉണ്ടായിരിക്കാം. ക്യാഷ് ബുക്ക് ഫേവറബിൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ബാലൻസ്, ക്യാഷ് ബുക്ക് അൺഫേവറബിൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്കിന് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ഫേവറബിൾ ബാലൻസ് ചെയ്യുന്നതിൻ്റെ നേരെ റിവേഴ്സ് ഓപ്പോസിറ്റാണ് അൺഫേവറബിൾ ബാലൻസിന് ചെയ്യേണ്ടത്. ഇനി ബാങ്ക് ബാലൻസ് ഫേവറബിൾ ഉണ്ടാകാം, അൺഫേവറബിൾ ഉണ്ടാകാം. ബാങ്ക് ബാലൻസ് ഫേവറബിൾ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ബാങ്ക് ബാലൻസ് അൺഫേവറബിൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ബാങ്ക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ബാലൻസിൽ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്രെഡിറ്റ് ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് നല്ല തറവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ.